അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ ചിത്രം മരണമാഫ്. അപ്പൊ മരണമാഫ് എന്ന് പറഞ്ഞ ചിത്രം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ചിത്രം കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ ചിരിക്കാൻ പറ്റുന്നൊരു ചിത്രമായിട്ട് മരണമാഫ് മാറിയിട്ടുണ്ട്. എനിക്ക് വളരെയധികം പ്രതീക്ഷയായിരുന്നു. ബാക്കി ചിത്രങ്ങളുടെയും ഹൈപ്പൊന്നും ഈ ചിത്രം നേടിയില്ലെങ്കിലും നമ്മുടെ ബെഫൂക്ക് കണ്ടപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച പ്രതികരണം ഇതിനകത്തുനിന്ന് കിട്ടിയില്ല. അപ്പം ബാക്കി രണ്ട് ചിത്രങ്ങൾ നമ്മുടെ തല അജിത്തിൻ്റെയും ആൽപ്പി ജിംഖാനയൊക്കെ വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രങ്ങളായി. ആൽപ്പി ജിംഖാനയൊക്കെ വളരെ ഹൈക്കാണ്, നല്ല ആളുകൊണ്ട്. അപ്പം അതിനിടയിലെന്ന് നമുക്ക് തോന്നി എന്ന ഒരു വെറൈറ്റി പിടിച്ചാലോ, മരണമാഫ് എങ്ങനെയുണ്ട് എന്ന് കയറി കണ്ടാലോ. പ്രത്യേകിച്ച് ബേസിലിന് എന്ന് പറയുന്ന വ്യക്തിയുടെ എനിക്കൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മോശമാകത്തില്ല എന്നുള്ളൊരു ഉറപ്പിൻ്റെ പുറത്ത് തന്നെയാണ് ചിത്രം കയറി. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ നല്ലൊരു കോമഡി ചിത്രമാണ്. കോമഡി എന്ന് പറയുന്നില്ല, ത്രില്ലടിപ്പിക്കുന്ന ഒരു കോമഡി ചിത്രമായിട്ട് ബേസിലിൻ്റെ ഈ ചിത്രം മാറിയിട്ടുണ്ട്. എൻ്റെ നോട്ടത്തിൽ വിഷു ഈ ചിത്രം തൂക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പയ്യെ തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു കുതിച്ചുകയറ്റം. വരും ദിവസങ്ങളിൽ മരണമാഫിൻ്റെ ഒരു മരണക്കളി തന്നെ തിയേറ്ററുകളിൽ കാണാം എന്ന് തോന്നുന്നു. ബാക്കി രണ്ട് ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് കൃത്യമായിട്ടുള്ള ഉറപ്പ് പറയാൻ പറ്റൂ. ഏതായാലും ബെഫൂക്ക നമ്മൾ കണ്ടു. മരണമാഫ് ഒരു അടിപൊളി ഒരു പിക്ചർ തന്നെയാണ്. ഇതിനകത്ത് പല കഥാപാത്രങ്ങളും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. പല ചിത്രങ്ങളും ഫീൽ ഗുഡ് മൂവി, അതുപോലെ ഹാപ്പി മൂവി എന്നൊക്കെ കോമഡി ആ ചേരുവകളൊന്നും ഇല്ലാത്ത ഡാർക്ക് ഹ്യൂമറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചിത്രമായിട്ടാണ് എനിക്കിത് തോന്നിയത്. കാരണം നമ്മുടെ ബേസിലിൻ്റെ ലുക്കും ആ സ്റ്റൈലിഷും ഒക്കെ പലപ്പോഴും നമ്മളെ ചിരിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രങ്ങളെ അപേക്ഷിച്ചൊരു വെറൈറ്റി കഥാപാത്രം തന്നെയാണ് ഈ ഇതിലെ കഥാപാത്രം. അത് പലരെ ഓർമ്മിപ്പിക്കുന്നൊക്കെ ഉണ്ട് ഈ കഥാപാത്രം തന്നെ. അതുപോലെ പല കഥാപാത്രങ്ങളുണ്ട്. പല കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സുരേഷ് കൃഷ്ണ ഇപ്പം തിളങ്ങി നിൽക്കുന്ന ഒരു സ്റ്റാറാണ്. സുരേഷ് കൃഷ്ണയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഡ്രൈവർ കഥാപാത്രമാണ്. പക്ഷേ അദ്ദേഹം പരിക്കനാണ്, പക്ഷെ ലോലനാണ് ആ ഒരു കഥാപാത്രം. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭയങ്കര കോമഡി രീതി തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ ഓരോ കഥാപാത്രങ്ങൾ, ബാബു ആന്റണി DYSP ആയിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ വരുമ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയാണ്. എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കും എന്നൊക്കെ പറഞ്ഞതെങ്കിലും രോമം എഴുന്നു വരുമെന്ന് ചില ചിത്രങ്ങളെപ്പറ്റി പറഞ്ഞെങ്കിലും ഇത് സത്യം പറഞ്ഞാൽ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പം നമ്മളാരും പറയാതെ തന്നെ എണ്ണിച്ച് നിന്ന് കൈയടിക്കും. ഇപ്പോഴും ബാബു ആന്റണി എന്ന് പറയുന്ന നടന് മലയാള സിനിമയ്ക്ക് ഉള്ളൊരു പ്രാധാന്യമുണ്ട്. അത് ആ തിയേറ്ററിൽ മൊത്തം നിറഞ്ഞു കാണാം എന്നത്. ബാബു ആന്റണിയുടെ കഥാപാത്രം നല്ലത്. അതുപോലെ ബനാന കില്ലർ എന്ന് വിശേഷിപ്പിക്കുന്ന രാജേഷ് മാധവ് എന്നാണെന്ന് തോന്നുന്നു പേര്. എനിക്ക് പേരൊന്നും കൃത്യമില്ല. അദ്ദേഹവും നല്ല കഥാപാത്രം. അദ്ദേഹത്തെയൊക്കെ കൂടുതൽ അനുയോജ്യമായ കഥാപാത്രങ്ങളും ഒക്കെ കൊടുത്ത് സജീവമാക്കേണ്ട സമയം അയക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രത്യേകം ഞാൻ പറയേണ്ടത്, ഇതിൻ്റെ ശിവപ്രസാദ് എന്ന് പറഞ്ഞ നവാഗത സംവിധായകനാണ്. ആ നവാഗത സംവിധായകരെ പറ്റി നമുക്കൊരു പ്രതീക്ഷയൊക്കെ ഈ ചിത്രത്തിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. വളരെ ഒതുക്കം വന്ന കൈയടക്കത്തോടെ ഒരു ഹാസ്യ ചിത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പം, പ്രത്യേകിച്ച് ത്രില്ല് ഹാസ്യ രീതിയിലുള്ള ചിത്രം കൈകാര്യം ചെയ്യുമ്പം പലപ്പോഴും കയ്യിൽ നിന്ന് പിടിവിട്ടു പോകാം. പക്ഷേ അത് പ്രത്യേകിച്ചൊരു പുതുമുഖ സംവിധായകന് എക്സ്പീരിയൻസ് കൂടുതൽ ആവശ്യമുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു ഹാസ്യ ചിത്രം കൈകാര്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ എക്സ്പീരിയൻസ് വേണ്ടത്. പക്ഷെ കയ്യിൽ നിന്ന് പോകാതെ വളരെ മിതത്വമായി ഒരിടത്തും പാളാതെ നമുക്ക് വൾഗറായിട്ട് ഒന്നും തന്നെ തോന്നാതെ ഈ ചിത്രം കഥ പറഞ്ഞേക്കുന്ന ഒരു രീതിയുണ്ട്. വളരെ ബ്രില്യൻ്റായൊരു സംവിധായകനെ നമുക്കത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ തിരക്കഥാകൃത്ത് ഫിജു ഫണ്ണി എന്ന് പറയുന്ന തിരക്കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് വാഴ, ഈ ഗുരുവായൂർ അമ്പലനടയിൽ ഈ ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ പിറന്നതാണ്.
മികച്ച ചിത്രങ്ങൾ തന്നെയാണ്. ഈ ചിത്രത്തിലും ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ അദ്ദേഹം കൈവിടുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കഥാപാത്രം കൈകാര്യം ചെയ്യുന്നുണ്ട്, വളരെ മിതത്വമായിട്ട്, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ തിരക്കഥ എഴുതിയപ്പം ഇപ്പം സമകാലിക ഇത് ട്രോള് ഇതെല്ലാം തന്നെ സമന്വയിച്ച് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു തിരക്കഥ വളരെ മനോഹരമായിട്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു സിനിമ കാണാൻ പോകുമ്പം നമുക്ക് അവിടെ ടെൻഷനൊന്നും അടിക്കാൻ വയ്യ, ത്രില്ലൊക്കെ അല്പം വേണം. പക്ഷേ ആദ്യ പകുതിയിലൊക്കെ തമാശ നിറഞ്ഞ, നമുക്ക് പൊട്ടിച്ചിരിക്കേണ്ട, ഒന്ന് ഊറച്ചിരിക്കാൻ പറ്റിയ പല രംഗങ്ങളുമൊക്കെ കോർത്തിണക്കി ലാസ്റ്റ് വരുമ്പോഴും ഒരു ത്രില്ലടിപ്പിക്കുന്ന കഥയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ അവധിക്കാലത്ത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ പിന്നെ നമ്മുടെ വിഷുകാലത്ത് ആഘോഷിക്കാൻ വക നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് മരണമാഫ്. മരണമാഫിനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ ഒട്ടും തെറ്റിക്കാതെ തന്നെയാണ് ഈ ചിത്രം എനിക്ക് തന്നേക്കുന്ന ഒരു അനുഭവം. എല്ലാവർക്കും അങ്ങനെയൊന്നും ആകണമെന്നില്ല. എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് തെളിയിച്ച കലാകാരന്മാർ പലരുടെയും മുഖത്തോടൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. ആ അവസ്ഥയിലേക്ക് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ, എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ ടച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവർക്കെല്ലാം അതിൻ്റേതായ സ്പേസ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ സുരേഷ് കൃഷ്ണ, അതുപോലെ ബേസിൽ ജോസഫ്, പിന്നെ വേറെ ആരാ, ഈ രാജേഷ് മാധവൻ എന്ന് പറയുന്ന, രാജേഷ് മാധവൻ എന്നാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്, ഫിജു, തിരക്കഥാകൃത്ത് ഫിജു, പിന്നെ ബാബു ആൻ്റണി, പിന്നെ നായികയുടെ പേര് എനിക്ക് അത്ര അങ്ങോട്ട് കൃത്യമല്ല, എന്നാലും നായികയൊക്കെ നല്ല അഭിനയം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. കോമഡിയും ദുഃഖവും എല്ലാം കൂടെ കൈകാര്യം ചെയ്യാൻ ആ നടി പ്രാപ്തയാണ്. വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. വേറെ ചിത്രങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ആ നടിയും മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ട്. അതുപോലെ തന്നെ എന്താ അതിൻ്റെ പശ്ചാത്തല സംഗീതവും എല്ലാം തന്നെ മികച്ച അനുഭൂതി തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ചിരിക്കാനും നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് മരണമാഫ്. എനിക്കിഷ്ടപ്പെട്ടു. ഈ വിഷു ചിത്രങ്ങളിൽ ഞാൻ 2 ചിത്രം കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചിത്രം തന്നെയാണ്. എനിക്ക് തോന്നുന്നു തിയേറ്ററിലെ മുഹൂർത്തങ്ങൾ കണ്ടു, അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എല്ലാ ഒത്തിണങ്ങിയ ചിത്രം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആഘോഷിക്കാനും പിന്നെ കുട്ടികളുമൊത്ത് ഒന്ന് ഉല്ലസിക്കാനൊക്കെ ഈ ചിത്രം വളരെയധികം ഉപകാരപ്പെടും എന്ന് തന്നെ തോന്നുന്നു. കാരണം തിയേറ്ററിൻ്റെ ബുക്കിംഗ് നമ്മൾ പരിശോധിക്കുമ്പം ഇത് മികച്ച പ്രതികരണം ടിക്കറ്റിൻ്റെ വർധനവിലും കാണാനുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ഇപ്പം ഒരു തള്ളിക്കയറ്റമാണ്, വിഷു ചിത്രങ്ങളിലെ ഒരു തള്ളിക്കയറ്റമാണ്. പല ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു ഈ 4 ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ ആദ്യം മമ്മൂട്ടിയുടെ പടം കാണാൻ വേണ്ടിയായിരിക്കും ആദ്യമേ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആലപ്പി ജിംഖാന, അല്ലെങ്കിൽ അജിത്തിൻ്റെ ചിത്രം. മരണമാഫ് ആദ്യമേ കാണണമെന്ന് ആരും ചിന്തിക്കത്തില്ല അല്ലേ. എല്ലാം കണ്ടതിന് ശേഷം കാണാം എന്ന് വിചാരിച്ചു. എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം കയറി കണ്ടാൽ മതി. അപ്പോഴത്തേനെ ഈ ചിത്രം വിഷു തൂക്കും എന്ന് ഏകദേശം, ബാക്കി 2 ചിത്രം കണ്ടില്ല, ഒരുപക്ഷെ വിഷുവിൻ്റെ കറുത്ത കുതിരയാകാൻ ഒരുപക്ഷെ മരണമാഫിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ബേസിലിൻ്റെ മറ്റൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റും കൂടെ പിറക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പം വരും ദിവസങ്ങളിൽ എങ്ങനെ സംഭവിക്കും, എൻ്റെ പ്രവചനം പൈക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ്. അപ്പം എല്ലാവരും പോയി കാണുക. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.